സൺ സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ നിൽക്കുന്നത് റേസ് കരിയർ ക്യാമ്പസ് മാമംഗലം. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളുടെ പെർഫോമൻസ് കണ്ടല്ലോ, അത് കഴിഞ്ഞില്ല. ഇനിയും കുറച്ചുകൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. ചിരിച്ചടപ്പളാവാൻ തയ്യാറായിക്കോളൂ. ഇന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഒരു മാസ് ചിത്രമായ പ്രജയിലെ ഡയലോഗാണ്. കുട്ടികൾ അതിനെ മാസ് ആക്കുമോ ഇനി അതിനെ കോമിക്കാക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. എവിടെ നാട്? കാസർഗോഡ്. ഇവിടെ ഏതാണ് എടുത്തിരിക്കുന്നത്? തുടങ്ങാം. ആക്ഷൻ. But I still believe miracle Rametta. ഓ വരട്ടെ. அப்ப பதில் சொல்லடா. சொல்லு. Hey old man. What's going on here? What's wrong with you? Hey come on man. ബോംബെയിൽ എന്തായിരുന്നു? പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറി പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറികൂടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ. ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇതൊരു സിനിമയുടെ രംഗം നമ്മൾ ആക്ട് ചെയ്ത് പറയേണ്ടതാണ്. ഇപ്പൊ സിഗ്നൽ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മളെ അങ്ങനെ പറയാൻ പാടില്ല, ഇത് ആക്ട് ചെയ്യണം. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല, അതാണ് വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്നറിയാല്ലേ? ഉറപ്പാണല്ലേ? വളരെ ഞാൻ പറഞ്ഞില്ല, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? എന്ത് കോൺഫിഡൻസോടെ അറിയത്തില്ല. ഒരു കാര്യം ചെയ്താണ്ട് നമ്മൾ പറഞ്ഞോളൂ മക്കളെ, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി പറ മക്കളെ, നീ പറ, ട്രൈ എങ്കിലും ചെയ്യും. ആരുടെ? എൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് പറയാം, ശരി ഏതാ തെറ്റാന്ന് ലാസ്റ്റ് പറയാം. അനിയനോ? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി രാജീവ് ഗാന്ധി. എന്നാ പറ, ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. മക്കള് പറ. ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഈ തോക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോ എടുത്തു പോയതായിരിക്കും സാർ. എടോ, ഇയാൾക്ക് പ്രധാനമന്ത്രിയുടെ ഒരു ചായയില്ലേ? മോള് എന്നില്ല, നിന്റെ അടുത്ത് ലാസ്റ്റ് പറയിക്കാം. കെ നാരായണൻകുട്ടിയാണെന്ന്. കെ നാരായണൻകുട്ടിയാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. എടാ പറടാ. ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി അല്ലേ എന്ന് അടുത്ത ആള് പറയുന്നു. പരിചയം ഉണ്ടായിരുന്നോ? ശരി, ഇത്രയും കാലം സ്വാതന്ത്ര്യ സമരത്തിന് മുഴുവൻ പങ്കെടുത്ത് എന്നോട് ചോദിക്കുക മനുഷ്യൻ അറിയോന്ന്. എന്റെ മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ, എന്റെ അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛനല്ലേ EMS നമ്പൂതിരിപ്പാടാണ്. നീ ഏതാ പറയാൻ വന്ന? അത് കഴിവ് കേട്ടോ. അവൾ അതല്ല പറയാൻ വന്നെന്നുള്ളത് പറ. കേളപ്പനാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. കെ നായനാരാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അച്യുതാനന്ദനാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇവിടെ പലരും രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു, കേളപ്പൻ എന്ന് പറഞ്ഞു, രജനീകാന്ത് എന്ന് പറഞ്ഞു, ഇങ്ങനെ എല്ലാം പലതും പറയുന്നുണ്ട്. അതിവിടെ ഉള്ളതിന് പറയാനുള്ളത് ഞാനായിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഒരേ ഒരാൾ ഇവിടെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. പറ. EMS നമ്പൂതിരിപ്പാട്. എന്നിട്ട് എങ്ങനെ നോക്കി അത് ശരിയാണോന്ന് ഞാൻ വെച്ചടിച്ചാണെന്ന്. അതാണ് കറക്റ്റ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇപ്പൊ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് അറിഞ്ഞൂടാ. ഹലോ, അങ്ങനെ കൊച്ചാക്കല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ. നരേന്ദ്രപ്രസാദ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എവിടെ നാട്? കൊല്ലം. കൊല്ലത്ത് എവിടെയാണ്? പുനലൂര്. ഓക്കെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. But I still believe in miracle രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും
കീറിപ്പറിഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും ചോര മുഴുവൻ വാർന്ന് പോയിട്ടും ജീവൻ തിരിച്ചു പിടിച്ച ഒരു പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ അങ്ങനെ ഒരു തവണ കൂടി തവണ അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റ് നീ ബുള്ളറ്റ് బండకి వచ్చేత పాడు గుడు 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 గుడుగని అందాల దునియానే ഉള്ളറ്റ് വള എന്നുള്ളത് ഞാൻ പല വളകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉള്ളറ്റ് വള ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ആ വെടിയുണ്ട സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ് സക്കീർ ഹുസൈൻ എൻ്റെ മുന്നിൽ പരിച പോലെ എനിക്ക് ഉപയോഗിച്ച് നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ധാരാളെ പെട്ടെന്ന് പറയാം. വേറെ ആരും മിണ്ടല്ലേ, അറിയാവുന്നവർ. ഇതെല്ലാവർക്കും അറിയാവുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അറിയണം. നമ്മൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയാം. എൻ്റെ പൊന്ന്, അറിയത്തില്ല ഇതാരാന്ന്. ഏതാണ്ട് പറയുന്ന കേട്ടോ. മക്കളെ ഇത് പറ, ആരാന്ന്? നീ പഠിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹത്തെ കുറിച്ച്. കണക്ക് കണ്ടുപിടിച്ച ആളാണ് ഇതെന്നാണ് പറയുന്നത്. വില്യം ഷേക്സ്പിയർ. ഒരുപാട് നാടകങ്ങൾ ഇദ്ദേഹം എഴുതിയത് ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. 500 നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹാംലെറ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടോ ഇദ്ദേഹം എഴുതിയത്? ഇല്ല. പിന്നെ ഏതാ വായിച്ചത് ഷേക്സ്പിയർ എഴുതിയ? മരിച്ചുപോയി നന്നായി. നാറ്റം കണ്ടുപിടിച്ചാണ് മോനെ പറഞ്ഞോളാം. ഇവനാണ് ആകെ പറയുന്ന ഒരു പ്രതീക്ഷയുള്ളത്. ഖുറേഷി എബ്രഹാം. ലൂസിഫറിനകത്താണ് ഇവൻ കണ്ടിരിക്കുന്നത്. ഐസക് ന്യൂട്ടൺ അദ്ദേഹം പറയുന്നത് ഐസക് ന്യൂട്ടൺ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഐസക് ന്യൂട്ടൺ എന്നാണ് രണ്ടാമതൊരാൾ പറയുന്നത്. ഐസക് ന്യൂട്ടൺ എന്നാണ് രണ്ടാമതൊരാൾ പറയുന്നത്. ഐസക് അല്ലടാ, ഐസക് ന്യൂട്ടൺ. ഇവിടാണ് യഥാർത്ഥ ഉത്തരം പറഞ്ഞത്. പറ മക്കളെ, എന്താണ്? ഹിറ്റ്ലർ ആണെന്നത്. ഇതാണ് ഹിറ്റ്ലർ. നിങ്ങളൊന്ന് കണ്ടുപോക്ക്. കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഞാൻ പറഞ്ഞു. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്നിട്ടാണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞത്. ഹിറ്റ്ലർ കണ്ടുപിടിച്ചത്. നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. പേരെന്താണ്? ത്രിലോക്. എവിടെ നാട്? എവിടെയാണ്? കാട്ടാക്കട, ട്രിവാൻഡ്രം. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം ഇദ്ദേഹം ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം. ചോദ്യം അറിയത്തില്ലേ? രാഹുൽ ഗാന്ധിയുടെ ആരാണ് സോണിയാഗാന്ധി? വൈഫല്ലേ? എൻ്റെ പാരിപ്പള്ളിയിലെ ദൈവങ്ങളെ. ശരി, നീ ഒരു പാട്ട് പാടും. അതങ്ങ് സീമാതീത സൂര്യോദയ ദീപാങ്കുരം ആകാശം മിന്നിത്തിന്നും ഒരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണി കുളിരായി കുളിർ വരവരവായി കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള തന്നി പെണ്ണാണേ കാത്തു കെട്ടിയ മുത്താണേ തേടി കെട്ടിയ പൊന്മാനെ കട്ടൊരുക്കുള്ളു മുഖം സ്വത്താണേ. ഓക്കെ, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പേരെന്താണ്? മീര. എവിടെയാണ് നാട്? പാലക്കാടാണ്. മീര മനോഹരമായിട്ട് പാടുമെന്നാണ് ഇവിടെ ഫ്രണ്ട്സ് പാട്ട് പാടും. What the hell are you doing here? ഓടരുത്, ഓടത്തില്ല.
ഇനി നീ മിണ്ടരുത്, മിണ്ടിയ നിന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. അറിയാതെ അവൻ മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ഇങ്ങ് വാ കുട്ടി, അല്ല നീ വാ. ഞാൻ ഇവിടെ നിർത്തിയാൽ കുഴപ്പമില്ലല്ലേ? ഞങ്ങൾ 4-5 തൊട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ശരിയാവൂല. 4ാം ക്ലാസ് മുതലോ? 4-5 കൊല്ലം കേട്ടോ. 1 വർഷം കൊണ്ടുള്ള തീരേണ്ട കോഴ്സ് 5 കൊല്ലമായിട്ട് നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഡിഗ്രി ഒക്കെ ഒപ്പായിരുന്നു. ആണ്. ആ ഓക്കെ. അപ്പൊ ഇനി ഒന്നും മിണ്ടത്തില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. പഠിക്കും. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റ് പോലും അറിയാതെ, അവൾ പോലും അറിയാതെ, മണിമാളിക ഓടിക്കയറിയതെന്ത് കൊതിച്ചാണ്. അവളെ കാണണം, ഒരു കുറി കാണണമെന്നൊരു തോന്നൽ കൊണ്ടാണ്. അവൾ ആരുടെ പെണ്ണാണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിലെ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. അടിപൊളി. നല്ല കൈ കൊടുക്കാം, നല്ല കൈ കൊടുത്തേ. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ മിറാക്കിൾസ് രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറി മുറിഞ്ഞ് ചോര വാർന്നൊഴുകിയിട്ടും ജീവിതം മുറിവേറ്റ പാമ്പ് മുറി കൂടുന്ന പോലെ ജീവിതം ഇത് ഞാനെന്താ തെറ്റിച്ചാണെന്ന് എന്നെ നോക്കട്ടെ എക്സ്പ്രഷൻ ഇടുന്നത്. എന്താണിത് സമീര? ഒരു ചേസിന് പോകുമ്പോഴെങ്കിലും നല്ലൊരു ടയർ വാങ്ങിട്ടൂടെ? സോറി. നിങ്ങളുടെ ഈ ഉത്തരവാദിത്തക്കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെപ്പോലുള്ള പൗരന്മാരുടെ ആവേശം കെടുത്തുന്നത്. ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് സക്കീർ ഹുസൈൻ. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ ആയുസ് നീട്ടിക്കിട്ടി വെടിയേറ്റ സിംഹത്തെ പോലെ എന്റെ മുന്നിലേക്ക് പാഞ്ഞു കയറി വന്നാൽ then I need you ഒരു പരിച പോലെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ രാമേട്ടനെ എന്നെ രക്ഷിക്കാൻ. കോട്ടൊക്കെ ഇങ്ങനൊക്കെ പോകുന്നുണ്ട്. കോട്ടൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പോകണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റായി പോയതാണ്. എന്താണ് പേര്? നിഹാസ്. നാട് പാലക്കാടാണ്. പാട്ട് പാടും നിഹാസ്? കൂട്ടുകാരിയെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ട് നീ എന്ത് പാടാത്ത നിഹാസ്? അത് കണക്ക് വർഷങ്ങളോളം പാടുന്ന പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ മിറാക്കിൾസ് രാമേട്ട. പണ്ട് ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറിപ്പറിഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറികൂടുന്നത് പോലെ ജീവൻ തിരിച്ചു പിടിച്ച അത്ഭുത പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിച്ച് ഹിന്ദിയൊക്കെ പറയുന്നത്. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് കള്ളൻ. അതിജീവിക്കാൻ ആയുസ് നീട്ടി കിട്ടി വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈൻ സിംഹത്തെ പോലെ എന്ന ചീറിപ്പാനി സക്കീർ ഹുസൈൻ എൻ്റെ നേരെ വരുമ്പോൾ then I will need you ഒരു പരിചയം കാണിക്കണം. അല്ല, നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. പരിചയ പോലെ ഉപയോഗപ്പെടും രാമേട്ടനെ എന്നെ രക്ഷിച്ചു പിടിക്കാൻ. ഉറപ്പാണോ? ഓക്കെ, ശരി സാർ. വർഷ എവിടെയാണ് നാട്? കോട്ടയം. പാട്ടോട് വർഷ ഇല്ല. അപ്പൊ ആക്ടിലേക്ക് പോകാം. റെഡി, ആക്ഷൻ. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് മിറാക്കിൾസ് രാമേട്ട. പണ്ടൊരിക്കൽ 6 വെടികൊണ്ടകൾക്കിടയിൽ ചങ്കും കരളും 6 വെടികൊണ്ടകൾക്കിടയിൽ 6 വെടികൊണ്ടകൾ കൊണ്ട് ചങ്കും കരളും കീറിപ്പറിഞ്ഞ ചങ്കും കരളും കീറിപ്പറിഞ്ഞ് ചോര വീണത് പാമ്പ് മുറിവിട്ടതുപോലെ ചോര ചീന്തി പറഞ്ഞു. കത്തിയുടെയും കടയരുടെ കാലം കഴിഞ്ഞടാ, ഇനി ഇതിന്റെ കാലം. ഇത് നീ ഉണ്ടാക്കിയതാ? യെസ്. പൊട്ടത് പൊട്ടോന്നാ പൊട്ട രക്തം ചീന്തും. പാമ്പ് മുറിവിട്ടതുപോലെ മുറി കൂടുന്ന പോലെ ജീവൻ തിരിച്ചു പിടിച്ച അത്ഭുത പ്രതിഭാസമാണ് രാമേട്ട സക്കീർ ഹുസൈൻ.
ഉള്ള തെറ്റുകൾക്കിടയിൽ കൂടി സാഹസികമായിട്ട് നമ്മളൊരു കാർ ഓടിച്ചോണ്ട് പോകും. ആണോ? ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു കിടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ സംസാ. ഇത്രയും നേരം ഇവിടെ സ്ക്രിപ്റ്റ് ഇനി പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. അങ്ങോട്ട് അഭിനയിച്ച് കാണിക്കുക. എന്തായിരുന്നു പേര്? മാളവിക. റെഡി, ആക്ഷൻ. സ്റ്റിൽ ബിലീവ് മിറാക്കിൾ രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടികുണ്ടകൾ കൊണ്ട് വണ്ണം കഴിച്ച് 6 വെടിയുണ്ടൽ കൊണ്ടിട്ട് പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടികുണ്ടകൾ കൊണ്ട് ചങ്കും കരളും സ്റ്റൈലൊക്കെ കൂടിയിട്ട് മറ്റേ അയ്യോ ശരി പറ. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും ചോര കൊണ്ട് വാർത്തൊലിച്ചു പോകുന്നത് വല്ലാതിരിക്കുന്നു. ഇങ്ങോട്ട് വാർത്തൊലിച്ചു പോയിട്ടും പാമ്പ് മുറിവിടുന്നത് പോലെ ഉയർത്തെഴുന്നേൽച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ്. യേശുക്രിസ്തു അല്ലേ ഉയർത്തെഴുന്നേൽക്കാൻ? ഞാൻ യേശു. അങ്ങേ ഞാൻ ഫോട്ടോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ഛാ, നമ്മുടെ വീട് പള്ളിക്കാരെ ഏറ്റെടുക്കോ? ഈ ഉയർത്തെഴുന്നേപ്പാന്നല്ലേ ഒരു സിംഹത്തെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഒരു സിംഹത്തെ പോലെ സിംഹത്തെ പോലെ ചീറിപ്പഞ്ഞ് മുന്നിൽ വന്ന ഐ വിൽ നീഡ് യു ഒരു മൂലം വച്ചൊരു ശ്ലോകം ചൊല്ല്. വാവച്ചു കല്യാണം തെറ്റും. പിന്നീട് മൂലം വെച്ചു ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ല്. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. ഓം കായ്ക കായ്ക ങാഹാം. പ്രജലം എന്തോ ഉദ്ദേശിക്കുന്ന കവി ഉദ്ദേശിക്കുന്ന ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. കറക്റ്റ് തന്നെ. ഇങ്ങോട്ട് നീങ്ങില്ലേ? ആ ക്യാമറയിലോട്ട് നോക്കേ. പ്രജലം കേട്ടോളൂ. പ്രജം അതൊന്ന് പറയൂ. ഏത്? എനിക്കറിയില്ല അങ്ങനെ ഒരു വാക്ക്. ഓ പരിചയാണ് പ്രജനം എന്നൊക്കെ പറഞ്ഞത്. പരിച പോലെ ഒരു പരിച പോലെ ഗ്രാമേട്ടനെ രക്ഷപ്പെട്ടു. ഗ്രാമേട്ടനോ? രാമേട്ടൻ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. സഖ്യഹുസൈൻ തിരിച്ചു വന്ന രാമേട്ടൻ കരിപ്പ വന്ന് എന്തോ ഇപ്പോൾ സംഭവിച്ചെന്തോ? രാമേട്ടൻ തിരിച്ചു വന്ന് എന്ത് സംഭവിക്കും? സക്കീർ ഹുസൈൻ തിരിച്ചു വന്ന രാമേട്ടൻ രക്ഷപ്പെടും. എന്റെ പള്ളിയിൽ ഏത് കഥയത്? സക്കീർ ഹുസൈൻ തിരിച്ചു വന്ന രാമേട്ടൻ രക്ഷപ്പെടുമെന്ന്. അപ്പൊ പരിചയമായിട്ട് ആരെയാ ഉപയോഗിക്കുന്നത്? പരിചയമായിട്ട് രാമേട്ടൻ സക്കീർ ഹുസൈൻ. ആരാ കഥ പറയുന്ന ഇവിടെ? മറ്റേ ആൾ ആക്ട് ചെയ്താണ്. അയാളുടെ പേര് ഇവിടെ പറയുന്നില്ലല്ലോ, നമ്മളത് മനസ്സിലാക്കണം. സക്കീർ ഹുസൈൻ ആരാണ്? രാമേട്ടൻ ആരാണ്? സക്കീർ ഹുസൈൻ ജയിലിൽ കിടക്കുമല്ലേ? എപ്പോ ജയിലിലാക്കി? അയാൾ ജയിലായോണ്ടായിരിക്കല്ലോ കൊല്ലാൻ പറഞ്ഞത്. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. അവസാനത്തെ മാത്രം പറയാൻ എനിക്കൊരു വയ്യ, പാവം. Then I will need you. Then I will need you, രാമേട്ട. എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഉപയോഗപ്പെടുത്താം. എങ്ങനെ? പരിചയം പോലെ. മെർലിൻ റെഡി അല്ലേ? മെറിൻ റെഡി അല്ലേ? മെറിൻ ഓക്കെ അല്ലേ? ആക്ഷൻ. But I still believing you are sorry. You are happy. You are happy. But I still believing Laleta. But I still believing Rameta. രാമേട്ടനാ? Sorry. But I still believing miracle Rameta. പറ. പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ പണ്ടൊരിക്കൽ ബോംബെയിൽ 6 വെടിയുണ്ടകൾ എന്റെ നേർക്ക് ചീറിപ്പാഞ്ഞ് വന്നപ്പോ
ചങ്കും കരലും ആ. ചോര വാർന്നൊഴുകി. ചങ്കം കരളും അല്ലേ കീറി പറഞ്ഞത്? അത് പറഞ്ഞില്ലല്ലോ, ചങ്കും കരലും പറഞ്ഞില്ല. ആര്? ഞാൻ പറഞ്ഞില്ല. ആ പറയുന്ന ചങ്ക്. ചങ്കും കരളും കീറി പറഞ്ഞ് ചോര വാർന്നൊഴുകിയിട്ടും പാമ്പ് മുറവിടുന്നത് പോലെ ഒരു അത്ഭുത പ്രതിഭാസമല്ലേ സക്കീർ ഹുസൈൻ. എന്താ പറഞ്ഞ? ഇനി ഒരു തവണ കൂടെ ആയുസ് തിരിച്ചു കിട്ടിയാൽ എന്റെ നേർക്ക് വെടിയുണ്ടകൾ പാഞ്ഞു വരുമ്പോ. എന്നിട്ട് പറ, നീ പഠിച്ച കഥ പറ. ഓക്കെ, ഞാൻ പഠിച്ച കഥ പറയാം. അങ്ങനെ ഒരു ദിവസം വെടിയുണ്ടകൾ എന്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോ എന്നെ രക്ഷിക്കാൻ പരിച പോലെ രാമേട്ടൻ വന്നു. രാമേട്ടന്റെ ദേഹത്ത് കൊണ്ടോ വേടി? രക്ഷിച്ചു രാമേട്ടൻ പരിചയമായിട്ട്. രക്ഷിച്ചോ? രക്ഷിക്കണമല്ലോ. പഠിച്ചിട്ടില്ല. പഠിച്ചു, പക്ഷെ അവിടേക്ക് നോക്കി. ശരി, നല്ലൊരു കൈയ്യടി എടുത്ത് വിടുക. എങ്ങനെയുണ്ട്? അപ്പോൾ ഭയങ്കര രസകരമായിരുന്നു എപ്പിസോഡ്. ചിരിപ്പിച്ചൊക്കെ നമ്മളൊരു വഴിക്കാക്കി. പിന്നെ നിങ്ങളുടെ നോളജൊക്കെ അത് വേറെ ലെവൽ കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പിസോഡ് കാണിച്ചു കൊടുക്കണം. ഒപ്പം അവർ ചൂരലിൽ കൂടെ പേരൻസ് വെട്ടിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞ ഒരാളെ ഞാൻ ആദ്യം വിളിച്ച് പ്രൈസ് കൊടുക്കുകയാണ്. മിസ്റ്റർ ഇർഷാദ്. ഇർഷാദാണ് സ്ക്രിപ്റ്റ് അധികം തെറ്റിക്കാതെ പറഞ്ഞത്. ഇർഷാദിന് മനസ്സിനെ തൊട്ടുണർത്തുന്ന പ്രകൃതിയുടെ രുചിക്കൂട്ട് OG ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന ഒരു മനോഹരമായ. ഇനി അടുത്ത വിളിക്കുന്നു വിസ്മയ. വിസ്മയ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് പാചകം അറിയത്തില്ലെന്നുള്ള ഇനി ഒരു വീട്ടിൽ ചെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പാചകം അറിയാത്തവർക്കും ഖദീജ ഫുഡ്സ് നൽകുന്ന ഒരു മനോഹരമായ മായമില്ലാത്ത രുചിക്കൂട്ടാണ് കേട്ടോ. ഓക്കെ, മീര. മീര ഹെൽത്തി ആയിരിക്കാൻ ഇനി ഒട്ടും സമയം കളണ്ട. പ്രിസർവേറ്റീവും മറ്റു മായങ്ങളും ഒന്നുമില്ലാത്ത കിഖോറ സ്മൂത്തി മിക്സ്. മിസ്റ്റർ നിഹാസ്. കൂട്ടുകാരി പാട്ടോടെ ഇപ്പം കളിയാക്കിയില്ലേ? അപ്പോൾ ഇത് കൂട്ടുകാരി കൂടെ കൊടുക്കണം കേട്ടോ. ഇത് ലോകത്ത് എവിടേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഗ്രേഡ് ഏലക്ക കാഡമം നാച്ചുറൽസ് നൽകുന്ന മനോഹരമായ. നമ്മളെ ഏറെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വിളിക്കുന്നത്. കരുനാപ്പള്ളിക്കാർക്ക് മൊത്തം ഭാഗ്യമായ ആ കുട്ടിയെ നമ്മൾ വിളിക്കുകയാണ്. ഒപ്പം നമുക്കൊക്കെ ഭാഗ്യമുണ്ട്, അദ്ദേഹത്തിനോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. മാളവിക വരൂ ഇങ്ങോട്ട്. മാളവിക റയാൻ ആഡംസ് നൽകുന്ന പെർഫ്യൂംസാണ്. അതായത് ലോക ചരിത്രത്തിൽ പേഴ്സണൽ ഫ്രാഗ്രൻസിൻ്റെ ഒരു കിറ്റാണ് നൽകുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സൂര്യ കോമഡിയുടെ വക മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. തീർന്നില്ല, ഇനിയും അടുത്തൊരു ബാച്ച് റെഡിയായിരിക്കുകയാണ്. വീണ്ടും ഇതേ കോളേജിൽ തന്നെ കാണുന്നത് വരെയും ഗുഡ് ബൈ.